ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ നാമം മുഖാന്തരം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവനെ വിളിച്ചപേക്ഷിക്കാതെ ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ടും, പക്ഷെ അവനെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ എന്തിനു വേണ്ടി വിളിച്ചപേക്ഷിക്കണം? പാപമോചനത്തിന് വേണ്ടി. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പാപം എന്തെന്നും പാപത്തിന്റെ പരിഹാരം എന്തെന്നും യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും ഞങ്ങളുടെ പ്രസംഗത്തിൽ കൂടെ വെളിപ്പെട്ട് തരുവാൻ ഞങ്ങളെ ദൈവം അയച്ചിരിക്കുകയാല് നോക്കവരെ, നിങ്ങൾ പല ജാതി മതസ്ഥരായിട്ടുള്ളവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ എല്ലാവരും വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മൾ പല വിധമായിരിക്കുന്ന മതങ്ങളിൽ പല വിധമായിരിക്കുന്ന ആരാധനകൾ നമ്മൾ ചെയ്യുന്നുവെങ്കിലും ജീവിതത്തിൽ നമ്മൾ പല നിറങ്ങളുള്ള കൊടി പിടിച്ച് പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നമ്മൾ ജയ് വിളിക്കുന്നവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വേദന ഒരുപോലെ അല്ലയോ? എല്ലാവരുടെയും ദുഃഖങ്ങൾ ഒരുപോലെ അല്ലയോ? എല്ലാവരുടെയും കണ്ണുനീരിന് ഉപ്പിന്റെ രസമില്ലയോ? പ്രിയപ്പെട്ടവരെ, ആശകളും ആശാഭംഗങ്ങളും ഒരുപോലെ അല്ലയോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ എല്ലാ ജാതി മതസ്ഥരുടെയും ഹൃദയത്തിന് ഒരു മാറ്റവുമില്ല. എല്ലാവരുടെയും ഹൃദയത്തിന്റെ വേദനകളും ഹൃദയത്തിന്റെ സന്തോഷവും ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അല്പനേരം കേട്ടുകൊള്ളണം. കാരണം എന്താണ്? മനുഷ്യരെല്ലാവരും എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ്. അവന്റെ ഹൃദയത്തിന് തൃപ്തി വരുത്തുവാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ അവരുടെ ആരാധനകളും അവരുടെ ആചാരങ്ങളും അവരുടെ ക്രമങ്ങളും ഒക്കെയും ഈ ദിവസങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ട് പിതാക്കന്മാര് അനുഷ്ഠിച്ചു വന്ന ഈ ആചാരങ്ങൾ ചെയ്തിട്ടും പ്രിയപ്പെട്ട ഹൃദയത്തിന് എന്തുകൊണ്ട് ഒരു തൃപ്തി ഇല്ലല്ലോ? എന്തിനോ വേണ്ടി നമ്മുടെ ഹൃദയം ദാഹിക്കാറില്ലയോ? നമ്മൾ വലിയ സമ്പന്നരാണെങ്കിൽ ശരി, നീ ആഗ്രഹിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിലും നീ ആഗ്രഹിക്കുന്ന ഭാര്യ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട നമ്മൾ ആഗ്രഹിച്ചത് എല്ലാം നമ്മൾ ഭൂമിയിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട് എങ്കിലും നിന്റെ ഏകാന്തതയിൽ എന്തിനോ വേണ്ടിയിട്ടൊരു ദാഹം, എന്തിനോ വേണ്ടി ഒരു തൃപ്തിയില്ലായ്മ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു പോകുന്നത് എന്ത്? ആ തൃപ്തിയില്ലായ്മയെ പറ്റി ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുകയാണ്. അത് ആ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ഒരു വഴിയൂടെ തുറന്നു വരികയാണ്. എന്താണെന്നറിയാം? ഒരിക്കലേ യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ കൊന്നുമുടിച്ച് നടന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശൗൽ എന്ന് പറയും. ബൈബിളിലെ 13 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും കൊന്നും അവരെ തടവിലാക്കുവാനും അവരുടെ പുരോഹിതന്മാർ, പള്ളിയിലെ പുരോഹിതന്മാരുടെ അധികാര പത്രം മേടിച്ചുകൊണ്ട് ദമസ്കോസിന്റെ പടിക്കലേക്ക് പോവുകയാണ്. യെരുശലേമിൽ നിന്ന് ദമസ്കോസ് ആ പടിക്കലേക്ക് പോകുമ്പോൾ ആ യേശുക്രിസ്തു അവന് പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ ശൗല് തിരിഞ്ഞിട്ട് അവനൊരു അന്ധത വന്നിട്ട് തിരിച്ചവൻ നിലവിളിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ കൊല്ലുവാനും തല്ലുവാനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടവൻ, അതായത് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും യഹൂദ മതത്തിന്റെ അനുസരണത്തിനൊത്തവണ്ണം ദൈവത്തെ തള്ളിക്കളഞ്ഞവനുമായിരിക്കുന്നവൻ, ദൈവത്തെ എരിവോടുകൂടെ സേവിച്ചവെങ്കിലും പരിജ്ഞാനപ്രകാരമായിരുന്നില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയ്ക്കൊത്തവണ്ണം ആ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അവൻ വന്നിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു രക്ഷകനാണെന്ന് അംഗീകരിക്കാൻ അവന് പറ്റിയില്ല. യേശു എന്ന ഒരു മനുഷ്യൻ യെരുശലേമിൽ ക്രൂശിക്കപ്പെട്ടുവെന്നും ആ യേശുവിന്റെ നാമത്തിൽ അനേക ജനങ്ങൾ അവന്റെ പിമ്പെ പോയപ്പോഴേ അവന്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് അവരെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ശത്രുക്കളായിട്ടാണ് അവൻ കൊല്ലുവാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നുവെന്ന് യേശുക്രിസ്തു അവനോട് പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തുമില്ല. എന്നാൽ നോക്കുവിന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ ദണ്ഡിപ്പിക്കുമ്പോൾ, ക്രൂശിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ തല്ലുമ്പോൾ, കൊല്ലുമ്പോൾ അതെല്ലാം യേശുക്രിസ്തുവിനോട് ചെയ്യുന്നതിന് ഒത്തവണ്ണം ദൈവം എണ്ണി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏതൊരു മനുഷ്യനും ആരെ ദ്രോഹിച്ചാലും അത് യേശുക്രിസ്തുവിനെ ദ്രോഹിച്ചതായിട്ട് ദൈവം കണക്കിട്ട് ഭൂമിയിൽ വെച്ച് നമുക്കൊരു മാനസാന്തരത്തിലേക്ക് വരുവാൻ കഴിയാതെയാണ് മരിക്കുന്നതെങ്കിൽ മരിച്ചതിന് ശേഷം ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് വിരുദ്ധമായിട്ട് അവന്റെ ദാസന്മാർക്കെതിരെ പറഞ്ഞ ഓരോ വാക്കിനും ദൈവം നമ്മളെ ഈ മണ്ണിൽ നിന്ന് ഉയർപ്പിച്ച് കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. അപ്പോൾ നോക്കുവിന് ഈ യേശുക്രിസ്തു ഈ ക്രൂശിൽ മരിക്കുവാൻ ഇടയായ സംഗതിയെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാൻ എന്താണ് ആദ്യം പറഞ്ഞത്? എല്ലാവരും ഒരുപോലെ വേദന തിങ്ങിയ ഹൃദയത്തോടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് നിങ്ങളോട് അറിയിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് തൃപ്തിയില്ലായ്മ വന്നതിന്റെ കാര്യം എന്താണ്? ഒരിക്കൽ ഈ പൗലോസ് എന്ന് പറഞ്ഞ ശൗല് അഥേന എന്ന് പറഞ്ഞൊരു, അതല്ലെങ്കിൽ അഥേനയിൽ കൂടെ കടന്നു പോവുകയാണ്. അല്ലെങ്കിൽ എന്താണ്, യവനന്മാരുടെ കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ ഗ്രീസിന്റെ അനുഭവത്തിൽ കൂടെ
കടന്നു പോകുമ്പോഴേ അവിടെ എന്താണ് അവരെന്താണ് അനേക ദൈവന്മാരെ പൂജിക്കുന്ന ഒരു ഇടമാണ്. അനേക ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്ന എന്താണ് തത്വജ്ഞാനികളാണ് ഈ അഥേന നിവാസികള്. അപ്പോൾ ഇവരെന്താണ് ഇതെല്ലാം ഇതിനെ ആരാധിക്കുമ്പോഴും പൂജിക്കുമ്പോഴും ക്രിസ്തീയ മതവിശ്വാസികൾക്ക് ഒത്തവണ്ണം സത്യത്തെ വിട്ട് അനേക കാര്യങ്ങൾ അവർ ആരാധിക്കുന്നത് ദൈവത്തോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നും അവർ ഹൃദയം കൊണ്ട് അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് അനേക പൂജാവിഷയങ്ങളെ വെച്ചുകൊണ്ട് അവർ ആരാധിക്കുമ്പോൾ അവസാനം എന്താണ് പേരില്ലാത്ത ഒരു വേദിക്കല്ല് കണ്ടു. അപ്പോൾ അവസാനം വന്നപ്പോഴെന്താണ് ഒരു ചെറിയ കെട്ടിടം, അതിനകത്ത് എന്താണ് അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു ദൈവം ഇവിടെയുണ്ട്, അജ്ഞാതനായിരിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട നൂറുകണക്കിന് അവരെന്താണ് ദൈവങ്ങളെ ആരാധിച്ചിട്ടും അവർക്കൊരു തൃപ്തി വരാത്തത് കൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു, ഇതല്ല യഥാർത്ഥത്തിൽ ദൈവം, ഇതിനപ്പുറം എന്തോ ഒന്നുണ്ട്, ആ ഒന്നിനെ ഞങ്ങൾക്ക് അറിയത്തില്ല, ആ ഒന്നിനെ ഞങ്ങൾ എന്താണ് ആരാധിച്ചു വരികയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ അറിവില്ലായ്മയിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന നമുക്കിപ്പോൾ മറിഞ്ഞു കിടക്കുന്നതും സത്യദൈവമായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ അവൻ അവർക്ക് പ്രസംഗിച്ചു കൊടുത്തു. അതേ പ്രിയപ്പെട്ട ജീവിതത്തിൽ ഇന്നേവരെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഓരോ വർഷവും നമ്മൾ ചെയ്യുന്ന നൊയമ്പുകള്, ആരാധനകള്, ബലികള്, പ്രിയപ്പെട്ട കർമാചാരങ്ങൾ, വഴിപാടുകള്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും നമ്മുടെ ഹൃദയത്തിന് ഒരു തൃപ്തി വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ തൃപ്തി വരുത്തുവാൻ കഴിയുന്ന ഏക പുരുഷനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നു. നോക്കുമ്പോൾ ഞങ്ങൾ റാന്നിയിൽ നിന്നും 120 കിലോമീറ്ററുകളോളം ഈ കാറിൽ സഞ്ചരിച്ച് നിങ്ങളുടെ ഗ്രാമമായിരിക്കുന്ന മലമുകളിൽ വന്ന് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് എല്ലാവരും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വിവരം അറിയണം. ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് അവന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും നാളെ കണക്ക് കൊടുക്കേണ്ടവരായിരിക്കാല് ആ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. ഭൂമിയിൽ വെച്ച് നമ്മൾ അവനെ അറിഞ്ഞില്ലെന്ന് ആരും പറയാൻ ഇടയവരല്ലേ. അതുകൊണ്ട് ദൈവം ഞങ്ങളെ അയക്കുകയാണ്. പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയണം. കേട്ടുകൊള്ളുവിന് ഈ അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് പൂജിക്കുന്ന ഇന്നവരെ പേർ വെളിപ്പെട്ട് വരാതെ അവർ എന്തിനു വേണ്ടി ദാഹിക്കുന്ന ഈ ഏക സത്യ ദൈവത്തെ ഞങ്ങൾ ഇവിടെ ഘോഷിക്കുമ്പോഴേ നിങ്ങൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആരും ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം വേദന ഒന്നാണ്. എന്റെ പേര് വിജയഗോപാൽ, ഞാൻ ഹിന്ദു മതത്തിലാണ് ജനിച്ചത്. പക്ഷെ ഞാൻ യേശുക്രിസ്തു ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് നമ്മുടെ ആത്മാവ് നമ്മളോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ അവരവരുടെ മതപരമായിരിക്കുന്ന ആരാധനകളും ആചാരങ്ങൾക്ക് ഒത്തുവണ്ണം അനവധി സ്ഥലങ്ങളിൽ പോയി നമ്മൾ തലകളെ വണക്കാറുണ്ട്. എങ്കിലും നമ്മുടെ ഏകാന്തതയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ആപത്ത് വന്നാൽ നമ്മൾ ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ പറയും, ദൈവമേ, എന്റെ ദൈവമേ എന്ന്. അപ്പോൾ നമ്മുടെ മനസാക്ഷി പറയുന്നു, ദൈവം ഭൂമിയിലല്ല ജീവിക്കുന്നത്. ദൈവം എന്താണ് നമ്മൾ പണിയുന്ന ഒരു കെട്ടിടങ്ങളിലുമല്ല വസിക്കുന്നത്. പിന്നെയോ അത്യുന്നതനായിരിക്കുന്ന ദൈവം എന്താണ് അവൻ സ്വർഗത്തിലാണ് വാഴുന്നതെന്ന് നമ്മുടെ മനസ്സാക്ഷി സാക്ഷ്യം. നിങ്ങൾ പരിശോധിച്ച് നോക്കണേ. നമ്മൾ അറിയാതെ ഇരിക്കുമ്പോൾ, നമ്മൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ, ഭയം വരുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കി അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, എന്റെ ദൈവമേ. ആകാശത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ വാസം ചെയ്യുന്നവനും നമ്മളെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നവനുമായിരിക്കുന്ന ഈ ആകാശത്തിൽ സ്വർഗത്തിൽ വസിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടത്, എന്തുകൊണ്ടാണ് അവനെ പ്രസംഗിക്കുന്നത് അറിയാമോ? അവനെ പ്രസംഗിപ്പാൻ അവൻ മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. ആരാധനയ്ക്ക് യോഗ്യനും അവന് മാത്രമേ ഉള്ളൂ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് മരിച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ വാസം ചെയ്തിരുന്നവൻ, അതേ പ്രിയപ്പെട്ട ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനും അവന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതുമായിരിക്കുന്ന ഈ ഭൂമിയും അവന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും മനുഷ്യപുത്രന്മാരും ഉണ്ടാകുന്നതിന് മുമ്പ് പിതാവായ ദൈവവും പുത്രനായിരിക്കുന്ന ദൈവവും ഒന്നിച്ച് വാസം ചെയ്തിരുന്നു. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴേ അവൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഒരു പക്ഷേ പ്രിയപ്പെട്ട നിങ്ങൾ അനേകരും ഇത് വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. എന്നാൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും നമ്മളെ കാത്തിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സകല സമ്പത്തും വിറ്റാണെങ്കിലും നാളെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണെങ്കിലും ആ ക്യാൻസറിന് രക്ഷ പ്രാപിപ്പാൻ, മരണത്തിന് താൽക്കാലികമായിരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ നമ്മൾ ഏതറ്റത്തോളം പോകും, എത്ര പണം വേണേലും ചെലവഴിക്കും, കടം വേണം മേടിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ എത്ര ആരോഗ്യവാനായിട്ടിരുന്നാലും രോഗസൗഖ്യം കിട്ടിയാലും നാളെ നമ്മൾ മരിക്കേണ്ടതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം ഒരിക്കലും തീർന്നു പോകാത്ത നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിത്യമായിരിക്കുന്ന മരണത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ കണ്ണുകൾ ഭൗമികമായിരിക്കുന്ന ഭൂമിയിലുള്ളതിന് വേണ്ടി ദാഹിച്ചു. നമ്മൾ യേശുക്രിസ്തുവിനോട് പോലും അപേക്ഷിക്കുന്നത് പലപ്പോഴും ക്രിസ്തീയ മതവിശ്വാസികൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാന്, നമ്മുടെ കടബാധ്യത മാറുവാന്, നമുക്കെന്താണ് ആഗ്രഹിച്ച ഭൂമി നേടുവാന്, ഒരു കാർ മേടിക്കാനൊക്കെ ആണെങ്കിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് കഷ്ടമേറ്റ് മരിച്ചതിനൊന്നുമല്ല, നമ്മുടെ പ്രാണനെ വീണ്ടെടുപ്പാന്, നമ്മളെ മരണത്തിലേക്ക് നരകത്തിലേക്ക് നമ്മൾ വീഴ്ത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ
പ്രാണനെ വീണ്ടെടുപ്പാൻ അത്രേ യേശുക്രിസ്തു മരിച്ചത്. പ്രിയപ്പെട്ട ഞങ്ങൾ വേഗം നിർത്തുകയാണ്. എന്താണ് മനുഷ്യന്റെ ചരിത്രം, എന്താണ് മനുഷ്യന്റെ നാശം ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് ഏതാണ്ട് 6000 വർഷത്തെ ചരിത്രം മാത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ. ദൈവം മനുഷ്യനെ ക്രിസ്ത്യാനിയായിട്ടോ മുസ്ലിമായിട്ടോ ഹിന്ദുവായിട്ടോ ജനിപ്പിച്ചിട്ടില്ല. ഇന്ത്യക്കാരനായിട്ടോ പാകിസ്ഥാനികളായിട്ടോ ദൈവം ജനിപ്പിച്ചിട്ടില്ല. കറുത്തവരായിട്ടോ വെളുത്തവരായിട്ടോ ദൈവം ജനിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഒരു കരയും ഒരു സമുദ്രവുമായിരുന്നു. ആ ഏക കരയുടെ മധ്യമായിരിക്കുന്ന ഏദൻ പ്രദേശത്തിൽ അവൻ മണ്ണ് കൊണ്ടൊരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി ആ ഏദനിൽ അവനെ നിർത്തി. ദൈവം മനുഷ്യൻ തമ്മിൽ കൂട്ടായ്മയുണ്ടായിരുന്നു. ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. മനുഷ്യരിൽ പാപമില്ലായിരുന്നു, അവൻ വിശുദ്ധനായിരുന്നു. അപ്പോൾ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിശുദ്ധനും പാപമില്ലാത്തവനുമായിരുന്നു. ഒരേ ഒരു പുരുഷനെ, പ്രിയപ്പെട്ട ശ്രദ്ധ വെച്ച് കേൾക്കണമേ, ചെവി തുറന്ന് കേൾക്കണമേ പ്രിയപ്പെട്ടവരെ. ഒരേ ഒരു പുരുഷനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചതല്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ളവരോട് ചോദിച്ചാൽ കുഞ്ഞുനാളിൽ നമുക്ക് എന്താണ് തർക്കം കൊണ്ടായിരുന്നു? സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, അന്നെന്താണ് ഫോൺ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഭക്ഷണം പോലും എന്നാണ് വിരതമായിരുന്നു. അന്നൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ തർക്കിക്കത്തില്ലായിരുന്നു. തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? ആർക്കും ഉത്തരമില്ല. ഒരു ബിരുദം പറഞ്ഞടാ തെങ്ങാണ് ആദ്യം ഉണ്ടായത്, കാരണം തെങ്ങില്ലാതെ തേങ്ങ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ മറ്റേ ബുദ്ധിമാൻ പറഞ്ഞടാ തേങ്ങയില്ലാതെ തേങ്ങ ഉണ്ടാകുന്നെന്ന് കാണിച്ചു തരാമോ? ഉത്തരമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അതാത് ഫലത്തോടു കൂടിയ വൃക്ഷങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. തേങ്ങയോടുകൂടിയ ഒരു തെങ്ങിനെ ദൈവം സൃഷ്ടിച്ചു. ആ തെങ്ങിന്റെ തേങ്ങ മുഖാന്തരം കാലാവസ്ഥയുടെ വ്യതിയാന നിമിത്തം അത് പല ഭാവങ്ങളിലേക്ക് പോയെങ്കിലും അത് തേങ്ങ തന്നെയാണ്, തെങ്ങ് തന്നെയാണ്. അങ്ങനെ ഒരു തെങ്ങിൽ നിന്നും സർവ്വഭൂമിയിലും തെങ്ങ് സൃഷ്ടിച്ചതുപോലെ ആദ്യം ദൈവം ഒരേ ഒരു പുരുഷനെ സൃഷ്ടിച്ചു. ആ ഒരേ ഒരു പുരുഷൻ രണ്ടുപേരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ആ ഒരു പുരുഷൻ ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിരുന്നു, ദൈവത്തിന്റെ മകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ സന്താന പുരുഷനുള്ളവരായിട്ട് ഭൂമി നിറയേണ്ടതിന് അവരിൽ നിന്ന് തന്നെ ദൈവം എന്താണ് സ്ത്രീയെ സൃഷ്ടിച്ചു കൊടുത്തു. എന്നിട്ട് എന്താണ് ആണും പെണ്ണുമായിട്ട് അവനെ സൃഷ്ടിച്ച് ഈ ഏതിൽ നിർത്തി സന്താന പുരുഷനുള്ളവരായിട്ട് ഭൂമി നിറയുവാൻ അനുഗ്രഹിച്ചു. അവർ ദൈവത്തോടു കൂടിയായിരുന്നു, പാപമില്ലാത്തവരായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പാപം ചെയ്ത്, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്ന പ്രസംഗം നീളാതിരിക്കാനാ, ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളയുകയും അവൻ സാത്താന്റെ ഇഷ്ടം ചെയ്ത വഴി ദൈവത്തിന്റെ പിതൃത്വത്തിൽ നിന്ന് മാറി അവൻ സാത്താന്റെ പിതൃത്വം ഏറ്റെടുക്കുകയും ദൈവത്തിന്റെ ശത്രുവുമായിട്ട് തീർന്ന് അവന് ദൈവം കൊടുത്ത സകല ഭൂമിയും അവനിപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന സാത്താന്റെ അധികാരത്തിന്റെ കീഴിൽ വന്നു. ആ പാപിയായിരിക്കുന്ന ഒരുവന്റെ രക്തത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ഉണ്ടായത്. ഇവിടെ മുസ്ലിം ആകാം, നീ ഹിന്ദു ആകാം, നീ ക്രിസ്ത്യാനിയാകാം, ഉന്നതനോ ചെറിയവനോ ആയിക്കോട്ടെ, ഇന്ത്യക്കാരനോ പാകിസ്ഥാനോ പാർസിയോ യഹൂദനോ യവനനോ ആരും ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ജനിച്ചത് ഒരപ്പന്റെ രക്തത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ അല്ല. ആദം എന്ന് പറയുന്ന പാപിയായിരിക്കുന്ന ഒരു പുരുഷന്റെ രക്തത്തിൽ ജനിച്ചതുകൊണ്ട് ഈ സർവ്വഭൂമിയും പാപത്തിലായിരിക്കുന്നു. നമ്മൾ പാപം ചെയ്യുന്നതിന്റെ കാര്യം നമ്മൾ പാപിയായിട്ട് ജനിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ ഇന്നത് തെറ്റാണെന്ന്. പക്ഷെ എന്താണ് തെറ്റാണെന്ന് അറിയാമെങ്കിലും നമ്മൾ എന്താണ് അത് അറിയാതെ ചെയ്തു പോവുകയാണ്. അതാണ് ഞാൻ എന്റെ സ്കൂൾ ജീവിതത്തിൽ ദൈവം ആരെന്ന് തിരിച്ചറിയത്തില്ലെങ്കിൽ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ മുതിർന്നു വരുമ്പോൾ എന്റെ അപ്പൻ എന്താണ് ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. എപ്പോഴും എന്താണ് ബീഡി കത്തിച്ചാണ്. സിഗരറ്റ് ഒന്നും മേടിക്കാൻ പൈസ ഇല്ല. ഒരു ബീഡി അത് എന്താണ് കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ബീഡി, ഇങ്ങനെ അദ്ദേഹം വലിക്കും. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, എന്റെ ജീവിതത്തിൽ ഞാൻ ബീഡിയോ സിഗരറ്റോ വലിക്കത്തില്ല. എന്ന് മാത്രമല്ല, ഞാൻ കള്ളു കുടിക്കത്തില്ല. സ്കൂളിൽ പഠിച്ചപ്പെട്ട തീരുമാനങ്ങളാണ്. മറ്റ് തെറ്റുകളിലേക്ക് ഒന്നും പോകത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളർന്നു വന്നപ്പോഴും ഇതൊക്കെയാണ് ശരിയാ, ഇതത് ചെയ്യരുത് തെറ്റാണെന്ന് അറിയാമെങ്കിലും പല കാര്യങ്ങളും തെറ്റിലേക്ക് ഞാൻ പോയി. അറിയാം തെറ്റാണെന്ന് അറിയാമെങ്കിലും തെറ്റ് ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു നായയെ നമ്മൾ വീട്ടിൽ വളർത്തുന്നു, അത് കുറച്ച് അത് ബഹളം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അസഹ്യത വരുമ്പോൾ നമ്മൾ അതിനെ ശാസിക്കുകയോ തല്ലുകയോ ചെയ്താൽ പട്ടിക്കറിയാം ഞാൻ അസാധാരണമായിട്ട് കുറച്ചത് കൊണ്ടാണ് ഈ യജമാൻ എന്നെ തല്ലി. നമുക്ക് കുറച്ചു നേരം മിണ്ടാതിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇനി ശ്രദ്ധിക്കണം. പക്ഷെ ഇച്ചിരി കഴിയുമ്പോഴോ അല്പം കഴിയുമ്പോഴോ അവൻ അറിയാതെ തന്നെ നായ എന്താണ് അവൻ ശക്തിയോടെ കുരയ്ക്കുന്നത് പോലെ നാം ഏത് പാപത്തെ കീഴടക്കുവാനും നമുക്ക് സ്വയമായിട്ട് പറ്റത്തില്ല. എത്രമാത്രം കീഴടക്കി വെച്ചാലും അത് പ്രിയപ്പെട്ട നമ്മൾ അറിയാതെ തന്നെ പുറത്തു വരുന്നത് പോലെ ഈ നമ്മളെല്ലാം പാപിയായിട്ട് ജനിച്ചത് വഴി പാപം ചെയ്ത് നശിച്ചു പോവുകയാണ്. പാപത്തിന്റെ ശമ്പളം എന്താ നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? ഈ ഭൂമിയിൽ നമ്മൾ പാപിയായിട്ട് ജീവിക്കുമ്പോൾ പാപത്തിന് ശേഷം, മരണത്തിന് ശേഷം നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു നിയമമുണ്ട്. അപ്പോൾ എന്താണ് പാപം? പ്രിയപ്പെട്ട ദൈവത്തിൽ ഇല്ലാത്തത് എന്തും പാപമാണ്. യേശുക്രിസ്തുവിലുള്ള വിശുദ്ധി, ദൈവത്തിലുള്ള വിശുദ്ധി നമ്മളില്ല. ദൈവത്തിന് ആഗ്രഹമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം, ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മോഹിക്കരുത് ഒരു നിയമം ദൈവത്തിന്റെ കൽപ്പനയിലുണ്ട്. അപ്പോൾ മോഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വിരുദ്ധമാണ്, നമ്മൾ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ആരും നല്ലവരായിട്ടില്ല. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പാപം ചെയ്തവരാ. പ്രിയപ്പെട്ട, ഇതൊന്നും അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതുകൊണ്ട് ദൈവം പറയുന്നു, നമ്മൾ ആരും നീതിമാന്മാരല്ല. ഒരു മതവും നല്ലതല്ല, ഒരു മതത്തിലും ദൈവമല്ല. ക്രിസ്തീയ മതം ഉൾപ്പെടെ ഈ ഭൂമിയിലെ സകല മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ കൊള്ളരുതായിട്ടായി തീർന്നു, ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് തീർന്നു. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമത്തിന് മുമ്പിൽ ദൈവം മുഖപക്ഷമില്ലാത്തത് കൊണ്ട് അവൻ
ഞാനെന്നോ നിങ്ങളെന്നോ ഇല്ല പ്രിയപ്പെട്ടവരെ. അവൻ നിങ്ങൾ മരിച്ചതിന് ശേഷം അവന്റെ മുമ്പിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം നിങ്ങളിൽ പാപം കാണുന്നുവെങ്കിൽ നിന്നെ നരകത്തിലേക്ക് വിടുവാൻ ദൈവത്തിന്റെ നിയമമുണ്ട്. ആ നിയമം വിട്ട് ദൈവം ഒന്നും ചെയ്യാത്തത് കൊണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മളോട് സ്നേഹം എന്താണ് നിങ്ങൾക്കറിയാമോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാം പാപം ചെയ്തല്ലയോ? ഇപ്പോൾ ഇതേവരെ കേട്ട നിയമത്തിനൊത്തവണ്ണം നമ്മളെല്ലാവരും പാപം ചെയ്തവരല്ലയോ? പാപം ചെയ്യാത്ത ഒരാൾ പോലും എന്നെ കേൾക്കുന്നവരായിട്ടില്ല. നിങ്ങളെക്കാൾ ഉപരി പാപം ചെയ്ത ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടത് ഞങ്ങള്. എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണെന്നറിയാമോ? ദൈവത്താൽ എഴുതപ്പെട്ട പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള അവന്റെ നിയമപുസ്തകത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് നരകത്തിലേക്ക് സാത്താനോട് കൂടി ഒടുങ്ങുപാടുവാൻ വിധിക്കപ്പെട്ടത് വഴി ഇതാ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം സ്വർഗം വിട്ട് ഇറങ്ങി വരികയാണ്. ആ അഗാധമായിരിക്കുന്ന സ്നേഹമാണ് തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാണ്ടക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്നിട്ട് അവൻ ജനിച്ചത് നമ്മളെ പോലെ പുരുഷ രക്തത്തിൽ നിന്നല്ല. അവൻ ജനിച്ചത് എന്താണ്? പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കന്യകയുടെ മേൽ നിഴലിട്ടപ്പോൾ ഉളവായ വിശുദ്ധ പ്രതിയായതുകൊണ്ട് അവനിൽ പാപമില്ല. കാരണം എന്താണ്? പാപമില്ലാത്ത ഒരു രക്തത്തിന് മാത്രമേ നമ്മളെ കഴുകുവാൻ കഴിയത്തുള്ളൂ. പാപിയായിരിക്കുന്ന ഒരു പുരോഹിതൻ ചെയ്യുന്ന ഒരു കർമാചാരങ്ങൾക്കും അവന്റെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയത്തില്ല. പാപിയായിരിക്കുന്ന ഒരു പുരോഹിതൻ എന്ത് ചെയ്താലും കർത്താവ് പറഞ്ഞാൽ പാപിയായിരിക്കുന്ന ഒരു പുരോഹിതൻ പാപിയായിരിക്കുന്നതിന്റെ കരം പിടിച്ച് എങ്ങനെ വെളിച്ചത്തിലേക്ക് നടക്കും? അല്ലെങ്കിൽ കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴത്തില്ലയോ? അവനും പുരോഹിതനും പാപി, നമ്മളും പാപിയുമാണെങ്കിൽ എങ്ങനെ വിശുദ്ധിയിലേക്ക് നമ്മളെ നടത്തുവാൻ കഴിയും? അപ്പോഴെന്താണ്? അത് പോഷകമാണ്, നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. എന്നാൽ നോക്കുവിന് ആ പാപമില്ലാത്ത ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോട്യയുടെ മുമ്പിൽ ആ പാപമില്ലാത്തവൻ പരിശുദ്ധനായിരുന്നവൻ നമ്മുടെ പാപങ്ങളെ സ്വയം ആ പരിശുദ്ധമായിരിക്കുന്ന തോളിലേക്ക് ചുമന്നു. അതേ പ്രിയപ്പെട്ട 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ കാൽവരി ക്രൂശിൽ കാണുന്ന ആ രംഗം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ആശ്വാസവും സന്തോഷം തരുന്ന ആ ഉന്നതമായിരിക്കുന്ന ആ പദവി എന്താണെന്ന് അറിയാമോ? ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഒരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങളെ സ്വയം ചുമലിലെത്തിക്കൊണ്ട് ആ ദൈവത്തിന്റെ നിയമത്തിന് മുമ്പിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ എനിക്കും നിനക്കും പകരക്കാരനായിട്ട് ആ ക്രൂസിൽ കഷ്ടമേറ്റ് മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം ഭയങ്കരമാണ്. ആ പാപത്തിൻ്റെതായിരിക്കുന്ന ശിക്ഷാവധി ഭയാനകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മൾ എന്താണ്? പാപം ചെയ്തും മറ്റുള്ളവരെ പീഡിപ്പിച്ചും ദൈവമല്ലാത്തതിനെ ആരാധിച്ചും യേശുക്രിസ്തുവിനെ വിട്ട് അന്യമായിരിക്കുന്ന കാര്യങ്ങളെ ആരാധിച്ചും കടന്നു പോകുമ്പോൾ ഒരിക്കൽ നിങ്ങൾ മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അത് നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് ദൈവത്തിന്റെ നീതി എന്താണ്? നമ്മളെല്ലാവരും പാപം ചെയ്തവരാണല്ലോ. എന്നാൽ ആ ക്രൂസിലേക്ക് നോക്കുകയും അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖത്ത് പാപികളായിരിക്കുന്ന മനുഷ്യരുടെ തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവന്റെ മനുഷ്യരുടെ വായിലെ തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടവനും മനുഷ്യരാൽ അടിയേറ്റവനുമായിരിക്കുന്നവൻ ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ അകൃത്യഭാരം ചുമന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വരേണ്ട കാര്യമില്ല. അവന്റെ സ്നേഹം കണ്ടോ? അവൻ സ്വർഗത്തിൽ കോടാനുകൂടി വർഷം എന്ന് പറഞ്ഞാൽ ശരിയല്ല. പ്രിയപ്പെട്ട, സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പും കർത്താവ് ഉണ്ടായിരുന്നതിന് അനാദികാലം എന്ന് പറയാൻ അവസാനമില്ല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, സൂര്യൻ ഇല്ലാതെയായിട്ട് തീർന്നതിന് ശേഷം ഈ കർത്താവുണ്ട്. എന്നാൽ നോക്കുവിന് അനാദികാലം മുതൽ സ്വർഗത്തിലിരുന്നവന് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നപ്പോൾ സ്വർഗം അവൻ വേണ്ടെന്ന് വെച്ചു. എന്റെ പ്രിയപ്പെട്ടവനെ, നിന്നെ ഓർത്ത്, അല്ലയോ പ്രിയ സഹോദരി, നിന്റെ മുഖം അവൻ ആദരിച്ചുകൊണ്ട് അവൻ സ്വർഗം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ താഴെ ഭൂമിയിലേക്ക് നിനക്ക് വേണ്ടി കഷ്ടമേറ്റു. അവന്റെ പിതാവായിരിക്കുന്ന ദൈവമോ അവന്റെ പുത്രനേക്കാൾ ഉപരി, തന്റെ ഏകജാതനായ പുത്രനേക്കാൾ ഉപരി നമ്മളെ ഓരോരുത്തരും സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പിതാവായ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചത് വഴി ആ പിതാവായ ദൈവം തന്റെ പുത്രനേക്കാൾ ഉപരി നമ്മളെ വ്യക്തിപരമായിട്ട് സ്നേഹിച്ചു. നിന്നെ അവൻ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ പുത്രനോ സ്വർഗം വേണ്ടെന്ന് വെച്ചു. നമ്മൾ ഓരോരുത്തരും നരകാഗ്നിയിലേക്ക് നമ്മുടെ പാപ നിമിത്തം ഒടുങ്ങിപ്പോകുന്ന ദൈവപ്രമാണത്തിന് മുമ്പിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കഠിനമായിരിക്കുന്ന വേദന നിമിത്തം പുത്രനായിരിക്കുന്ന ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ അകൃത്യഭാരങ്ങളെ ചുമന്നുകൊണ്ടിത് ക്രൂസിന്മേലേക്ക് കയറുകയാണ്. ആ ദൈവകോടതിയുടെ മുമ്പിൽ നമുക്ക് പകരക്കാരനായിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റത് വഴി ആ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി കഷ്ടമേറ്റ് ക്രൂസിൽ മരിക്കുകയാണ്. അങ്ങനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ക്രൂസിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആകിയാൽ നിങ്ങളുടെ കണ്ണുകളെ ക്രൂസിലേക്ക് നോക്കുവാൻ, കുഞ്ഞെ നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചത്. കുഞ്ഞെ നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ നിന്ന് ഏറ്റത്. കുഞ്ഞെ നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ കഷ്ടങ്ങളെല്ലാം നിന്ന് ഏറ്റത്. അവൻ ആ ക്രൂസിൽ മരിക്കുമ്പോൾ കണ്ടോ, ദൈവത്തിന് നമ്മളോടുള്ള പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റപ്പം നിന്നോട് ദൈവത്തിന് പ്രസാദം തോന്നി. കാരണം എന്താണ്? ദൈവത്തിന് മനുഷ്യനോടുണ്ടായിരുന്ന ശത്രുത്വം അടിച്ചവർ ഇടിച്ചു കളഞ്ഞ് ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം കടന്നു ചെല്ലുവാൻ ജീവന്റെ പുതുവഴി, പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. പഴയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ശിക്ഷിപ്പാനുള്ള പ്രമാണമാണ്. ആ പ്രമാണത്തെ ജയിച്ചതാണ് യേശുക്രിസ്തുവിന്റെ കൃപ, ക്രൂശീകരണം. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റത്
വഴി ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവം ഒരുവനെയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനും ഒരുവനെയുള്ളൂ, നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയിട്ട് ശത്രുത നീക്കം ചെയ്ത വഴി ഏത് പാപിക്കും യാഗങ്ങളോ ബലികളോ ആചാരങ്ങളോ വഴിപാടുകളോ നോയമ്പുകളോ തീർത്ഥാടനങ്ങളോ പ്രിയപ്പെട്ട പദയാത്രകളോ പെരുന്നാളുകളോ തിരുനാളുകളോ ഒന്നുമില്ലാതെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന ഹൃദയം കൊണ്ടുള്ള വിശ്വാസത്താല് സമ്പൂർണ്ണമായിരിക്കുന്ന നീതീകരണം ദൈവം സായത്തമാക്കിയിരിക്കാണ്, സൗജന്യമായിട്ട് അത് പ്രദാനം ചെയ്തിരിക്കാണ്. അത് ഞങ്ങൾ വിളംബരം ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊന്നും ഇവിടെ പറഞ്ഞില്ല. ദൈവത്തിന് നിങ്ങളോടുള്ള ഇഷ്ടവും ദൈവത്തിന് നിങ്ങളുള്ള അരുളപ്പാടുകളും ദൈവത്തിന് നിങ്ങളുള്ള വചനവും മാത്രമേ പറഞ്ഞ് ഞങ്ങൾ നിർത്തുന്നുള്ളൂ. ആകിയാൽ പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ചു, അവൻ നമുക്ക് പകരക്കാനായിട്ട് മരിച്ചുവെങ്കിലും ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മരിച്ചവരിൽ നിന്ന് പാപസംബന്ധമായിട്ട് മരിച്ചവരിൽ നിന്നും ആദ്യമായിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ സ്വർഗത്തിലേക്ക് മടക്കി കൊണ്ടുപോയി. എന്ന് മാത്രമല്ല, അവൻ ഇനി ഭൂമിയുടെ രാജാവായിട്ട് മടങ്ങി വരാൻ പോവുകയാണ്. നീ രാജാവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവനെ അവർ ഘോഷിച്ചത്. നീ രാജാവാണോ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവന്റെ കണ്ണത്തടിച്ചത്. അതേ, അവൻ ദൈവപുത്രൻ എന്ന് മാത്രമല്ല, അവൻ എന്താണ് മഹാപുരോഹിതനും അവൻ എന്താണ് ഭൂമിയുടെ ഏകാധിപതിയായിരിക്കുന്ന രാജാവുമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ട് അവനിതാ കോടാനുകോടി ദൂതന്മാരുടെ ആർപ്പോടും മഹാകാഹളത്തോടും കൂടെ വാനവിരിവിരിത വന്നണയുവാനുള്ള സമയമായിരിക്കുന്നു. അവന്റെ മുമ്പിൽ ഒരു മനുഷ്യനും പ്രിയപ്പെട്ട നിവർന്നു നിൽപ്പാൻ കഴിയത്തില്ല. ഒരു ഭൂരാജാക്കന്മാരുടെ അവന്റെ മുമ്പിൽ എന്താണ് ഉന്നത ഭാവം കാണിപ്പാൻ കഴിയത്തില്ല. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് ഇതാ സർവ്വഭൂമിയുടെയും ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോൾ അവൻ ഇനി ക്രൂശിക്കപ്പെടുവാനല്ല, അവൻ ഇനി നിന്ന് ഏൽക്കുവാനല്ല. അവൻ പറയുന്നു, ഞാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പ്രാണന് വേണ്ടി എന്റെ സ്വന്തം പ്രാണനെ വിട്ടുകളഞ്ഞ എന്നെ വിശ്വസിക്കാത്തവരെ നിത്യനാശത്തിലേക്കും എന്നെ വിശ്വസിച്ച ഏത് പാപികളുണ്ടെങ്കിൽ അവരെ നിത്യരക്ഷയിലേക്കും ചേർക്കുവാൻ ദൈവത്തിന്റെ നീതിയായിട്ടും ചെങ്കോലുമായിട്ട് അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ, അവസാനമില്ലാത്ത ചെങ്കോൽ. ആ മഹാരാജാവ് മടങ്ങി വരുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട, നമ്മൾ ഇന്നലെ ജനിച്ചവരാണ്, നാളെ മരിച്ചു പോകുന്നവരാണ്, വെറും പുഴുക്കളാണ്, വെറും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിച്ചും വെറും എന്നാണ് അന്ധകാരം പിടിച്ച മതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ തമ്മിൽ ദോഷിക്കാതെ നിന്റെ പ്രാണന് വേണ്ടി സ്വയം തേച്ചു കളഞ്ഞ ഈ യേശുക്രിസ്തുവിലേക്ക് നീ മനം തിരിയണം. അതേ, മാനസാന്തരപ്പെടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേവരെ എന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിയാത്ത, ഇന്നവരെ എന്റെ ഹൃദയത്തിന് സന്തോഷം നൽകി തരുവാൻ കഴിയാത്ത, മരിച്ചതിന് ശേഷം ഞാൻ എങ്ങോട്ട് പോകുന്നുള്ള പ്രത്യാശ നൽകി തരുവാൻ കഴിയാത്ത, ക്രിസ്തീയ മതം ഉൾപ്പെടെ മതഭക്തിയെല്ലാം വിട്ടുകളഞ്ഞ് ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിപ്പാൻ സ്നാനമേൽക്കണം. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ പരിചയപ്പെടുത്തരാം. ലവ് ഓഫ് ക്രോസ് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതിനെപ്പറ്റിയുള്ള ചെറിയ ചെറിയ മെസ്സേജുകൾ ആയിരക്കണക്കിന് കിടപ്പുണ്ട്. പ്രിയപ്പെട്ട, അത് ഞാൻ തന്നെ പ്രസംഗിക്കുന്നത് ഇതുപോലത്തെ ചെറിയ വീഡിയോകൾ ഇടുന്നതാണ്. ലവ് ഓഫ് ക്രോസ് എന്നുള്ള അതെടുത്തിട്ട് അതിനകത്ത് ബ്രദർ വിജയഗോപാൽ എന്നാണ് എന്റെ പേര്. ആ പേരിൽ പ്രിയപ്പെട്ട ആയിരക്കണക്കിന് പരസ്യങ്ങൾ കിടപ്പുണ്ട്. അതിനകത്തെല്ലാം നിങ്ങൾക്ക് സത്യത്തെപ്പറ്റി കൂടുതൽ ഗ്രഹിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് ആ പാപമോചനത്തെ പറ്റി കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ നോക്കുവിന് മാനസാന്തരപ്പെട്ടതിന് ശേഷം നമ്മൾ സ്നാനം വെക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പുരോഹിതന്മാരുടെ ധൂപ്രാർത്ഥനയ്ക്കോ ഞാനൊരു ഹിന്ദുവായിരുന്നപ്പോഴുള്ള പിണ്ടാടി നിൽക്കോ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. മറ്റൊരു മതത്തിന്റെയും ഒരു ആചാരങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട, അങ്ങനെ സ്നാനമേറ്റ് അവന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ എന്താണ് പ്രയോജനം എന്നറിയാമോ? പ്രിയപ്പെട്ട, ഞങ്ങൾ വെറുതെ വ്യർത്ഥമായിട്ടാണോ ഈ വേദി കൊടുക്കുന്നത്? വ്യർത്ഥമായിട്ടാണോ ഞങ്ങൾ കുന്നുമുകളിൽ നിന്ന് പ്രസംഗിക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും വീണ്ടും കണ്ടുമുട്ടും ദിവസം ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും, കർത്താവേ, റാന്നിയുടെ ദേശത്തുനിന്നും 120 കിലോമീറ്റർ അകലെയുള്ള ഈ ദേശത്തേക്ക് വന്ന് നിന്റെ നാമം ഘോഷിപ്പാൻ നീ അവരെ തെരഞ്ഞെടുത്തെങ്കിലും അവർ ദൂരക്കൂടൽ കൊണ്ടും കഷ്ടം സഹിക്കാൻ വയ്യാത്ത കൊണ്ടും കടന്നു വന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. അതുകൊണ്ടല്ലയോ ഞങ്ങൾ ഈ നരകത്തിലേക്ക് പോകുന്നത്. എന്നാൽ നീ എന്റെ കൽപ്പന അവരനുസരിച്ച് ഞങ്ങളോട് സുവിശേഷം ഘോഷിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും അനുസരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അന്ന് പറയാതിരിക്കേണ്ടതിനും കൂടെ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് അനുസരിക്കുന്നില്ലെങ്കിൽ ഇന്നാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ അവൻ പ്രിയപ്പെട്ടവരെ നമ്മളെ നരകാക്കിയിലേക്ക് തള്ളിക്കളയും. അല്ല, നമ്മൾ അനുസരിക്കുന്നുവെങ്കിലോ അവൻ ഇന്ന് മടങ്ങി വരികയാണെങ്കിൽ നമ്മൾ ഈ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി, ഈ ദ്രവിച്ചു പോകുന്ന മൺകൂടാരം മാറ്റി ഇതിന് മുകളിൽ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ശരീരം പോലെ ഒരു ശരീരം നമ്മളെ ധരിപ്പിച്ച് അതേ മരണമില്ലാത്ത 1000 ആണ്ട് യേശുക്രിസ്തുവിന്റെ ഭൂമിയിൽ നമ്മളെ വാഴുവാനും 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നേക്ക് നമ്മൾ നിത്യാനന്ദം കൊണ്ട് ജീവിക്കും. മരണഭീതി നീങ്ങി പോകും. മരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കും. കാരണം അവൻ മാത്രമേ മരണത്തെ ജയിച്ചിട്ടുള്ളൂ. എന്നാൽ നമ്മൾ ഇതിനെ തള്ളിക്കളഞ്ഞ് നമ്മൾ അഹങ്കാരത്തോടെ മതഭക്തിയിലും പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പാപിയായിട്ടാണ് ഏത് മതഭക്തനാണെങ്കിലും ക്രിസ്തീയ മത പുരോഹിതന്മാരുൾപ്പെടെ മാനസാന്തരപ്പെടാതാണ് മരിക്കുന്നെങ്കിൽ ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് നമ്മൾ ഈ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് ഈ പ്രസംഗം മുഖാന്തരം അവന്റെ മുമ്പിൽ ഇതേ രൂപത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും അറിയാം. നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളെ പറ്റി നമുക്ക് ഇതേപോലെ അറിവുണ്ടാവും. മരിച്ചതിന് ശേഷം തോന്നലല്ല, അതെന്താണ് ഇതേ
അതേ വ്യക്തിത്വത്തോടു കൂടി നിങ്ങൾ എഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഈ പ്രസംഗം നിങ്ങളുടെ ചെവികളിലേക്ക് മുഴങ്ങി കേൾക്കും. അയ്യോ, ഞങ്ങളെ സ്നേഹിച്ച് റാന്നിയുടെ പ്രദേശത്ത് നിന്ന് കടന്ന ഈ ഉപദേശമാരെ ഞങ്ങൾ വിട്ടുകളഞ്ഞല്ലോ, അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടില്ലല്ലോ കർത്താവ് എന്ന് പറയുമ്പോൾ കുഞ്ഞെ ജീവിച്ചിരുന്നപ്പോൾ മാനസാന്തരപ്പെടാത്തത് വഴി തന്നെ അവൻ നരകത്തിലേക്ക് തള്ളിക്കളയും. കാരണം എന്താണ്? പാപികൾക്ക് സ്വർഗ്ഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. അവൻ നമ്മളെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞിരുന്ന കാലമില്ല, സമയമില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികളും ഇല്ലാത്തത് കൊണ്ട് ആ നരകാഗ്നിയിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ഒരു ശക്തിക്കും കഴിയാത്തത് കൊണ്ടും പുരോഹിതന്മാരുടെ ധൂവപ്രാർത്ഥനയ്ക്കോ അവരുടേതായിരിക്കുന്ന കർമാചരണങ്ങൾക്കോ കഴിയാത്തത് കൊണ്ടും ഉന്നത പാങ്കുകളെ താട്ടി നഗലഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിത്യജീവനിലേക്ക് എന്നതിലേക്ക് ജീവിക്കുവാനായിട്ട് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും പറന്നു എന്നുകൊണ്ടെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.